നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ്. ഒരാൾ തിരിച്ചു വരുന്നതിന് സന്തോഷം. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഒരു സന്തോഷമായിട്ടാണ് വരുന്നത്. നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ഷാജോൻ ചേട്ടൻ ആൻഡ് പ്രചോദേട്ടൻ. രാജേട്ടൻ ഞങ്ങളെ മിസ് ചെയ്തായിരുന്നു. പിന്നെ മിസ് ചെയ്തോന്ന്. ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. രാജൻ ചേട്ടൻ തിരിച്ചു വന്നതിന്റെ സന്തോഷം. അതിന്റെ കൂട്ടത്തിൽ ഒരു വലിയ സന്തോഷം കൂടെ നമുക്ക് പറയാനുണ്ട്. നമ്മൾ ഈ അടുത്താണ് നാഷണൽ അവാർഡും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സും ഒക്കെ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഒരു നാഷണൽ അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ഒരു സിനിമയുടെ പ്രധാന കഥാപാത്രമാണ് നമ്മളോട് നിൽക്കുന്നത്. ആട്ടം എന്ന് പറയുന്ന സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയ ആട്ടത്തിനും ആട്ടത്തിന്റെ ടീമിനും എല്ലാവിധ ആശംസകളും. ഒന്നല്ലല്ലോ, ആ പടത്തിന് മൂന്ന് അവാർഡ്സ് ഉണ്ട്. അതിന് പ്രത്യേകം നന്ദിയുണ്ട് എല്ലാവരോടും, എല്ലാ മലയാളികളെയും ഈ ഫ്ലവേഴ്സ് ചാനലിലൂടെ ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും രാജേട്ടൻ തിരിച്ചു വന്ന സന്തോഷത്തിൽ നമ്മൾ ഉഷാറായിട്ട് കയറുന്നു. അപ്പൊ വൺസ് അഗൈൻ 3 പേർക്കും നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. പ്ലീസ് പോളെ. അപ്പോൾ നമ്മുടെ കാര്യക്കാർ വന്നു. ആൻഡ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് പുതിയ ചേച്ചിമാരെയാണ്. പാലക്കാട് ചിറ്റൂര് പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാരാണ്. ചേച്ചിമാരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്നാ പിന്നെ തുടങ്ങല്ലേ? ഫസ്റ്റ് സ്കിറ്റിലേക്ക് പോവാം. ഒരു ഐറ്റം ടീമാ വരാൻ പോന്നെ. പോൾസൺ ചേട്ടൻ, ബാസി ചേട്ടൻ, അജയ് ചേട്ടൻ. വിളിക്കട്ടെ? കേറിപ്പോരെ. ഹലോ, എന്നാ എടുക്കുവാ? ഞാനൊരു കിളിയെ ഉന്നം വെക്കുവാ. എന്നിട്ട് കിളി ഇപ്പൊ എന്നാക്കെ ചെയ്യുന്നു? സോപ്പ് തേച്ചോണ്ടിരിക്കുക. അപ്പൊ കിളിയല്ല ഉന്നം, കുളിയാണ്. നീ വല്ല ഡയലോഗ് എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞ കേട്ടോ. എന്നാ എടാ, ഞാനൊരു അമ്പയത്തിന്റെ കോച്ചാണെന്ന കാര്യം നീ ഓർമ്മിക്കണം. നിങ്ങൾ എന്നെ അറിഞ്ഞിട്ട് ഈ അമ്പയത്തിന്റെ കോച്ച് അയക്കണം. എടാ, എല്ലാം അറിഞ്ഞിട്ടാണോ എല്ലാരും വന്ന് ഇതെല്ലാം പഠിപ്പിക്കണത്? ആണോ? അറിയാമോ? നീ നോക്കി വാമപ്പ് ചെയ്ത്. ഹലോ ഹലോ ഹലോ, എക്സ്ക്യൂസ് മീ, ഇതിൽ ആരാ കൊച്ചാരാണ്? ഇതിൽ കൊച്ചില്ല, ഞങ്ങൾ രണ്ടുപേരും മൂത്തതാ. അയ്യോ, അതല്ല ചോദിച്ചത്. ഇതിൽ അമ്പയത്ത് പഠിപ്പിക്കുന്ന കോച്ച് ആരാണ്? അത് കോച്ച്. അതെ, ദീർഘം കയറ്റി പറയണം, ഇല്ലേ സംഭവം കൈവിട്ടു. ആണാണ് കോച്ച്, ഇതെന്റെ സഹായി ടിറ്റോ. ഓക്കെ, അപ്പളേ ഇനി എത്രയും വേഗം സമയം കളയാതെ പെട്ടെന്ന് അമ്പയത്ത് പഠിപ്പിക്കൂ. എന്റെ പൊന്നു സുഹൃത്തെ, അങ്ങനെ പെട്ടെന്ന് പഠിക്കാനോ പഠിപ്പിക്കാനോ പറ്റുന്ന ഒരു സംഭവമല്ല അമ്പയത്ത്. ആണോ? നിനക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് എനിക്ക് ആദ്യം തിരിച്ചറിയണം. എനിക്ക് യോഗ്യത ഉണ്ട്. അത് നീ അങ്ങ് പറഞ്ഞാൽ മതിയോ? എനിക്ക് ചില ടെസ്റ്റുകളുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയണം. അത് ഓക്കെ ആണെങ്കിൽ നിന്നെ ഞാൻ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞിരിക്കും, ചോദിച്ചോ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു അമ്പയത്തുകാരന് ആദ്യം വേണ്ടത് എന്താണ്? സൂക്ഷ്മ ദൃഷ്ടി. എന്നാ നീ സൂചി കൂടെ നൂല് കോർക്കാൻ വന്നേക്കോണോ? മണിങ്ങോട്ടും കേട്ട് പഠിച്ചോണം. ടിറ്റോ പറഞ്ഞു കൊടുക്കൂ. ഒരു അമ്പയത്തുകാരന് ആദ്യം വേണ്ടത് എന്താണ്? അതെന്താ സാധനം? പേരെഴുതിയ ജേഴ്സി. പേരില്ലാത്ത ജേഴ്സി ഇട്ടാ നീ അമ്പ് വിടത്തില്ലേ? ഇങ്ങനെ ഒരുത്തരാണല്ലോ ഞാൻ കൂടെ കൊണ്ടു നടന്നത്. കേട്ട് പഠിച്ചോണം. എന്റെ പ്രഥമ ശിഷ്യൻ ജീവ ഇവിടെ ഇരിപ്പുണ്ട്. അടുത്ത ഒളിമ്പിക്സിനുള്ള മെഡൽ ഞാൻ പുള്ളിയിലാണ് പ്രതീക്ഷിക്കുന്നത്. ആണോന്ന് പുള്ളിയെ കുറിച്ച് അറിയില്ലേ? ഇല്ല. നിങ്ങൾ കണ്ടിട്ട് കേട്ടിട്ടൊന്നുമില്ലേ? ഇല്ല. എടാ, ലൗചിനത്തിനാകും വഴി ഒരു അമ്പ് കയറി പോണ കണ്ടുണ്ടോ? അത് വിട്ട ആള് പുള്ളിയാ. ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട്, അറിയാൻ മേലായിരുന്നു. അത് പുള്ളി പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഇപ്പൊ കേട്ടോ, ഒരു അമ്പയത്തുകാരൻ ആദ്യം വേണ്ടത് എന്താണ്? പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള കഴിവ്. ബീവറേജ് എന്ന് കൈയിട്ടപ്പോ ചോദിച്ച സാധനം ഇല്ല, പെട്ടെന്ന് തീരുമാനം എടുക്കാൻ എത്തേതാണ്. അതാണോ ഉദ്ദേശിച്ചത്? ഈ വെളിവില്ലാത്തവനാണല്ലോ ഞാൻ ബൂസ്റ്റ് ചെയ്തത്. മിണ്ടണ്ട, ഞാനിത് ഡീൽ ചെയ്തോളാം കേട്ടോ. ഒരു അമ്പയത്തുകാരൻ ആദ്യം വേണ്ടത് നല്ല മുനയുള്ള അമ്പ്. അല്ല, ചുമ്മാ വില്ലും കൊലപ്പിച്ച് അമ്പങ്ങ് പോയല്ല, അമ്പ് വേണം കയ്യിൽ. ഭയങ്കര ബ്രില്യൻസ്. എടാ, അത് തന്നെയല്ല, നീ ആദ്യം പഠിക്കാൻ വന്നല്ലേ. നമ്മൾ കായിക താരങ്ങൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? ഫുഡ് നമ്മൾ കൺട്രോൾ ആയിരിക്കണം. ചുമ്മാ വാരി വലിച്ച് കഴിക്കാൻ പാടില്ല. കപ്പയും പോട്ടിയും കഴിക്കാലോ. ഒളിമ്പിക്സിന് പോണ നീയാണോ കപ്പയും പോട്ടി കഴിക്കാൻ പോണല്ലോ? തട്ടുകളൊക്കെ കപ്പയും പോട്ടി കഴിച്ചിട്ട് വയറ് കംപ്ലൈന്റ് ആയാൽ ഒളിമ്പിക്സിൽ അമ്പ് വലിച്ചിങ്ങനെ പിടിച്ചാൽ വിടാൻ പറ്റത്തില്ല. മനസ്സിലായോ? പല വഴിക്കും പല അമ്പും പോകും. കായിക താരം കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്രീം ബിസ്ക്കറ്റ് പ്രത്യേകിച്ച് പറയാൻ വേണ്ട. ഒള്ളി ആരോ റൂട്ട്. ആരോ റൂട്ടോ? എടാ, അമ്പയത്തല്ലേ ആരോ, ആ റൂട്ടിൽ വേണം പിടിക്കാൻ. അപ്പൊ കോച്ച് ഇത്രയും നാളെ ഈ ബിസ്ക്കറ്റ് കഴിച്ചാണോ പിടിച്ചിരുന്നത്?
കോച്ചിന്റെ വീട്ടിൽ മിക്കവാറും നോണല്ലേ? നോണാണോ? പിന്നെ കോച്ച് അമ്പെടുത്ത് വിട്ടോ അന്ന് ആ വീട്ടിൽ നോണ്ടാ. ആണല്ലേ? സത്യമായിട്ട് ഇന്നലെ അമ്പെടുത്ത് വിട്ടു, ഇന്ന് മട്ടൻ കറിയാണ് ഇവിടെ. പാടാ ഇവിടെ. നീയാക്കി ഇതെന്തെങ്കിലും അവനോട് പറയണത്? പിന്നെ രാഘവൻ ചേട്ടനെ ആടിനെ അമ്പ ഇത് കൊല്ലത് ഞാൻ പറയണ്ടേ? അതിനുള്ള പൈസ ഞാൻ നാളെ കൊടുത്തോളാം. അത് കൊടുത്തു. അതിന്റെ കൂട്ടത്തിൽ 2 ദിവസം മുന്നേ കൊന്ന കോഴിയുടെ പൈസ കൊണ്ട് കൊടുക്കണം അമ്മണി ചേച്ചിയുടെ. അല്ല, ഇതെന്നാണ് അവിടെ കിടന്ന് നിങ്ങൾ എന്താണ് ഈ കുസൂചിപ്പ് എന്താണ്? അവൻ പറയണ്ടില്ല, അവൻ ഇപ്പൊ അമ്പയത്ത് പഠിക്കണത്. കണ്ണു മിഴിക്കേണ്ട, നിന്നെ ഞാൻ പഠിപ്പിക്കുകയല്ല. അവരിൽ എനിക്കൊരു മെഡൽ പ്രതീക്ഷയുണ്ട്, ഒരു ഒളിമ്പിക്സ് മെഡൽ പ്രതീക്ഷ. ഒളിമ്പിക്സിൽ എന്നെ പ്രതീക്ഷയുണ്ടോ? ആ പ്രതീക്ഷയുണ്ട്. അതിനെ പെട്ടെന്ന് എന്നിലൊരു പ്രതീക്ഷ. നിന്റെ പേരെന്നാന്ന് പ്രതീക്ഷ. പ്രതീക്ഷ. അതിലൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അത് ഞാൻ പിടിക്കും. ആ പ്രതീക്ഷ എനിക്കുണ്ട്. കോച്ച, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കോച്ച് സത്യത്തിൽ ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടോ? ചോദിച്ച കേട്ടില്ലടാ. ഞാൻ കേട്ട്, നിങ്ങൾ പറ. പങ്കെടുത്തിട്ടുണ്ടോ? 1982 ഒളിമ്പിക്സ് അമേരിക്കയിലാണോ ഗ്രീസിലാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഗ്രീസിലായിരിക്കും. അതിനാ നിന്നോ നന്നായിട്ട് വഴുക്കുന്നുണ്ട്. ഗ്രീസ്. ഗ്രീസില് ആ ഗ്രീസ് ഒളിമ്പിക്സിൽ ഞാൻ ഇവിടെ അമ്പയത്തിനായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ഗുസ്തി പിടിച്ചാ തിരിഞ്ഞു വന്നത്. നിങ്ങൾ എന്തിനാണ് ഗുസ്തി പിടിക്കാൻ വേണ്ടി പോയി? നിങ്ങൾ അമ്പയത്തിനല്ലേ പോയേ? അപ്പൊ പിന്നെ അമ്പല്ലേ ചെയ്യേണ്ടത്? വെളിവില്ലാത്തവനെ, ഞാൻ ഇവിടുന്ന് അമ്പയത്തിനായിട്ട് പോയി. അവിടെ ചെന്നപ്പോ റൂമില്ല, റൂം എടുക്കാൻ വേണ്ടി ഗുസ്തി. പിന്നെ അത് കഴിഞ്ഞ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ അതിന് ടോക്കന് വേണ്ടി ഗുസ്തി. പിന്നെ വൈകിട്ട് തന്നെ അടിക്കാൻ ബീവറേജ് ചെന്നപ്പോ അവിടെ ഗുസ്തിയോട് ഗുസ്തി. എന്നിട്ട് പറയുന്നു അവിടെ പോയിട്ട് ഇവിടെ വന്നവരെ ഗുസ്തിയോട് ഗുസ്തിയായിരുന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചത്, നിങ്ങൾക്ക് ഗുസ്തിക്ക് പങ്കെടുക്കാൻ പോയാൽ പോരായിരുന്നു? മതിയായിരുന്നല്ലോ, അവിടെ ചെന്നപ്പോഴല്ലേ പിടികിട്ടിയത്. പിന്നെ വേറെ സംഭവമുണ്ട്. ഞാൻ അമ്പയത്തിനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് വിറക്കും, ഒന്ന് ഞെട്ടും. അതുകൊണ്ടൊന്നും അല്ല, ഈ പുള്ളി എങ്ങോട്ടാണ് അമ്പത് പോലും അറിയത്തില്ല സത്യമായിട്ട്. അങ്ങനെ പറഞ്ഞത് അതെന്നെ, അവന്മാർ ഒരു അമ്പ് വിടുമ്പോ ഞാൻ 3 അമ്പ് വിടും. എന്റെ അവനാട് ഇഷ്ടം പോലെ അമ്പുണ്ടല്ലോ, എനിക്ക് വിടാമല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് തന്നെയല്ല, ഒളിമ്പിക്സിന് പോയ ഒരു രസം എന്റർടൈൻമെന്റാ. അതായത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സിന് തലേ ദിവസം ഒരു സൗഹൃദ മത്സരമുണ്ട്. അതായത് നമ്മുടെ ഫുട്ബോളിന്റെ സൗഹൃദ മത്സരം പോലെ ഞങ്ങൾ അമ്പയത്തിൽ ഞങ്ങൾ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സൗഹൃദ മത്സരം. കഴിഞ്ഞ ഒളിമ്പിക്സിന് ഞാന് ജപ്പാൻകാരൻ, അമേരിക്കക്കാരൻ, ഓസ്ട്രേലിയക്കാരൻ, ഞങ്ങളെല്ലാം കൂടെ ഒളിമ്പിക്സിന്റെ അമ്പയത്തിന്റെ തലേ ദിവസം ഒരു 7 മണിയോട് കൂടി അങ്ങ് ഒത്തുകൂടി. എന്നിട്ട് ഒരു ആവനാഴി പൊട്ടിച്ചങ്ങ് വെച്ചു. അവനാഴി പൊട്ടിച്ചു അവനാഴി പൊട്ടിച്ചു വെക്കണേ? എടാ, വിദേശത്തൊക്കെ ആവനാഴി അമ്പു എന്നെ സീൽ ചെയ്താ അത് പൊട്ടിക്കാതെ അമ്പെടുക്കാൻ പറ്റും. ഇത് പൊട്ടിച്ചങ്ങ് വെച്ചതും ജപ്പാൻ കയറി ഒരു അമ്പോ ഒറ്റ വീട്. ജപ്പാൻ ഭയങ്കര സ്പീഡാണ്, പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ പൊട്ടിച്ച വഴി അവൻ വിട്ടു. ഇത് കണ്ടപ്പോ ഓസ്ട്രേലിയക്കാരൻ ഫ്ലെമിങ്, അവനിത് കണ്ടപ്പോ സഹിച്ചില്ല, അവൻ ചാടി 2 അമ്പ് വിട്ടു. ഡേഞ്ചറാണ്, എനിക്കറിയാം. ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് നമ്മുടെ കൈവിട്ട് പോകും, നമ്മുടെ നിലവാരം തകരും. നോക്കി നിൽക്കാൻ പറ്റുമോ? ഒട്ടും വഞ്ചാൽ ഞാൻ ചാടിക്കൊരു 3 അമ്പങ്ക് വിട്ടു. 3 അമ്പ് വിട്ടപ്പോ നമ്മൾ ഈ ആഘോഷത്തിൽ നിൽക്കുമല്ലേ, അമേരിക്കക്കാരൻ ഗിൽബർട്ട് അവൻ ഞങ്ങളെ വെട്ടിച്ച് 4 അമ്പ് വിട്ടു. വിശ്വസിക്കാൻ പാടില്ല. എന്നാ വിടിയില്ല അവൻ. അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല ഇത്. ഞാൻ പയ്യെ നോട്ട് നോക്കിയപ്പോ അവനാഴിയുടെ മൂട്ടി 1.5 അമ്പ് കഷ്ടിച്ചുണ്ടാവും. അവനാഴിയുടെ മൂട്ടില് 1.5 അമ്പോ? 1.5 അമ്പ്? ഒരമ്പ് ഒടിഞ്ഞിട്ട് പകുതിയുള്ളു, പകുതി എങ്ങോണ്ടോ. അപ്പൊ ഈ അരമ്പൊക്കെ വിടുവോ? പിന്നെ നിവൃത്തിയില്ല, അരമ്പൊക്കെ. ഞാൻ എന്നാ ഇത് ആ 1.5 അമ്പ് ഡ്രൈ ആയിട്ട് അങ്ങ് വിട്ടു. ഡ്രൈ ആയിട്ട് അമ്പ് വിട്ടെന്ന് പറഞ്ഞാ? എടാ, അമ്പ് വിടുമ്പോ ഒരു പൗഡർ മുക്കി ഇങ്ങനെ പിടിച്ചിട്ട് ഗ്രിപ്പിന് വേണ്ടി വിടും. അന്ന് പൗഡർ ഇല്ലാതെ ഡ്രൈ ആയിട്ട് പിന്നല്ല. പിന്നെ വേറൊരു വിഷയമുണ്ട്, ഈ സൗഹൃദ മത്സരം കഴിഞ്ഞ് തീരാറാകുമ്പോ ഞങ്ങളെല്ലാം കൂടെ ഒരു ലവ് അമ്പ് വിടിയിലുണ്ട്. അമ്പില് ലവ് അമ്പുണ്ടോ? ലവ് അമ്പ് എന്ന് പറയുമ്പോ എല്ലാരും കൂടി ഒരമ്പങ്ങ് വിടും. അതാണ് ലവ് അമ്പ്. പിന്നെ വേറെ സംഭവമുണ്ട്, ഈ സൗഹൃദ മത്സരം കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പൊളക്കണം, തലവേദനയായിരിക്കും. അമ്പ് വിട്ടാ തലവേദന എടുക്കുവോ? പിന്നെ തലവേദന അടിക്കല്. അമ്പ വിട്ട് തലവേദന ബ്രാൻഡ് മാറി അമ്പ് വിട്ടാ പിന്നെ തലവേദന. ബ്രാൻഡുണ്ടോ? ഒത്തിരി ബ്രാൻഡ് ഉണ്ട്, ഒരുപാട് ബ്രാൻഡ് ഉണ്ട്. പിന്നെ ഇവിടത്തെ ബ്രാൻഡ് അവിടെ കിട്ടത്തില്ല, അപ്പൊ കിട്ടുന്ന ബ്രാൻഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ചാത്തൻ ബ്രാൻഡാണ് പറയുന്നത്. അമ്പില് ചാത്തൻ ബ്രാൻഡ് അങ്ങനെ അമ്പുണ്ടോ? ഒൻറാച്ചൊരു ചോരയുടെ കളറുള്ള ചാത്തൻ അമ്പുണ്ട്, അത് അടിച്ചാലുണ്ടല്ലോ ഒരു രക്ഷയില്ല. പിന്നെ കുളിച്ചെഴുന്നേറ്റ് വന്ന ഒരു 2 നല്ല അമ്പ് അങ്ങ് വിടും, അതോടെ ലെവലാകും. ഞാൻ പിന്നെ വേറെ കാര്യം ചോദിക്കാൻ വന്നത്, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എന്നതാടാ? ഞാൻ ഇങ്ങനെ ഒരു അമ്പ് വിട്ട് കഴിയുമ്പോ അമ്പ് കുറച്ച് ദൂരം ചെല്ലുമ്പോ 10 അമ്പായിട്ട് പോകണം, പിന്നെ 100 അമ്പായിട്ട് പോകണം, പിന്നെ 200 അമ്പായിട്ട് പോകണം. പ്രതീക്ഷേ, ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന അമ്പയത്താണ്, അല്ലാതെ ഗ്രാഫിക്സ് അല്ല. മനസ്സിലായോ? പിന്നെ ചില കാര്യങ്ങളൊക്കെ പറ്റുമോ? എന്നെപ്പോലുള്ള ഇതൊരു തപസ്യായി എടുത്തിട്ട് പറ്റൂലേ? എനിക്ക് പറ്റാത്ത കേസില്ലല്ലോ, ഞാൻ നിന്റെ ഉസ്താദല്ലേ. പിന്നെ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വൈഫ് വിളിക്കും ഇവിടെ പ്രാക്ടീസ് നിൽക്കുമ്പോ, ചേട്ടാ ഉച്ചയ്ക്ക് കറി വെക്കാൻ
പച്ചക്കറിയൊന്നും ഇല്ല, കുറച്ച് സാമ്പാർ കിറ്റ് മേടിച്ചിട്ട് വരാവോ? ആ. എനിക്കൊന്ന് പോകാൻ സമയമുണ്ടോ? അല്ല. ഒന്ന് നോക്കിയാലും ഞാൻ ആവുന്ന നല്ലൊരു അമ്പ് നോക്കിയെടുത്ത് ഒരൊറ്റ വിടിയില്ല. ഈ അമ്പ് ചെന്ന് പച്ചക്കറിയും മേടിച്ച് വീട്ടിൽ കൊണ്ട് കൊടുത്ത യൂട്ടേൺ എടുത്ത് തിരിച്ച് ഇവിടെ വരും. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ആ. ഇട്ടത് അമ്പാണോ അതോ ഓട്ടോയാണോ? ഓട്ടോ. ഞാൻ ഓട്ടോ. ഞാൻ ഓട്ടോ പറഞ്ഞില്ല. ആരോട്? ഓട്ടോ എന്ന് നിങ്ങളല്ലേ കോച്ചല്ലേ ഇപ്പൊ പറഞ്ഞത്? ഓട്ടോ എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഓട്ടോമാറ്റിക്കും സൈലന്റ് ആയിരുന്നു. ഓട്ടോമാറ്റിക് ആകുമ്പോ അതാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതാണ് ഇങ്ങനെ കറങ്ങി വന്നല്ലേ? പിന്നല്ലാതെ പിന്നെ കോച്ച എനിക്കൊരു ആഗ്രഹം. എന്താണ്? ഈ തല കുത്തി നമ്പൂടാൻ പറ്റുമോ? നിനക്കൊരു നിവൃത്തിയില്ലല്ലേ? തലകുത്തി ആരുടെ കയ്യിലുള്ള അമ്പ് നേരെ വിടാൻ നോക്കാം, എന്നിട്ടല്ലേ തലകുത്തി അമ്പ് വിടാം. അല്ല ഇവൻ പറഞ്ഞല്ലോ അപ്പൊ കോച്ച തല കുത്തി നമ്പൂടുന്നു. ഞാൻ ഇങ്ങനെ പല പരിപാടിയും കാണിക്കും. ഞാൻ പണ്ടൊരു അമ്പ് വിട്ടിട്ട് ഇപ്പോഴും അത് എവിടെയൊന്നും ഒരു പിടുത്തമില്ല. ആര് പറഞ്ഞു? ആ അമ്പിന്റെ ഒരു ചാലുള്ള ഒരു കൊച്ചമ്പ് ഇപ്പോഴും ആ തൃശ്ശൂർ അംഗനവാടി പഠിച്ചോട്ട്. ഇതെന്താണ് എന്തൊക്കെയാ പറഞ്ഞത്? എന്തൊക്കെ നീ എന്റെ വിടിയിൽ കണ്ടിട്ടില്ല, അതാണ് നിന്റെ പ്രശ്നം. കണ്ടിട്ടില്ല, കേട്ടോണ്ടിരിക്കുവല്ലേ? മോനെ വെച്ച് സംസാരിക്കണം. ഈ അമ്പിന് മോനെ ഉണ്ടല്ലോ, അതാണ്. ആ അതായിരിക്കും. അതാണ്. അതെ, ഒരു പണി, നിന്നെ കുറിച്ച് എന്റെ ശിഷ്യം പഠിപ്പിക്കും. ഞാൻ പോയി 50 വിട്ടിട്ട് വരാം. 50 വിട്ടിട്ട് വരാന്നോ? 50? ഇപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ 50 വിട്ടിട്ട് വരാന്ന്? 50 പറഞ്ഞില്ല അങ്ങനെ. എടാ 50 അല്ല, ഞാൻ പോയി 50 വിട്ടിട്ട് വരാം. ഇപ്പൊ എന്തിനാണ് ഉച്ചക്ക് 50 വിടുന്നത്? എന്തിനാണ്? എനിക്ക് ഊണിന് മുമ്പ് 50 വിടണം. അത് എനിക്ക് ഇഷ്ടമാണ്. അതാണ്, ഇത് വരൂ. ആണോ? ഇതാണ് വില്ല്, ഇതാണ് അമ്പ്. അയ്യോ എനിക്കറിയാം, ഞാൻ TV കണ്ടിട്ടുണ്ട്. ഓ കോച്ച ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്ക്, ചോദിക്ക്. ഒരു ആവനാടിയിൽ എത്ര അമ്പ് കാണും കോച്ച? ഉള്ളാണ് 12 ബെഗ്, പൈനാണ് 6 ബെഗ്. എന്നാണ് എന്നാ പറഞ്ഞേ? എന്നാ നീ പെഗിന്റെ കാര്യം പറഞ്ഞേ? കോച്ചല്ലേ ഇപ്പൊ പറഞ്ഞ കായിക താരങ്ങൾ മദ്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് അറിയാൻ പാടില്ലേ? ലഹരി വിമുക്തമാണ് കായിക താരങ്ങൾ, മനസ്സിലായോ? അല്ല കോച്ച് ഇപ്പൊ പറഞ്ഞു 12 പെഗെന്നും. പെട്ടെന്നാണോ ഞാൻ പറഞ്ഞത്? പിന്നെ ഒരാവനാഴിയിൽ 12 അമ്പ്, ഒരു ഡസൻ അമ്പേ വരുള്ളൂ. അതാണ് പറഞ്ഞത്. കോച്ച ഞാൻ കാര്യം ചോദിച്ചോട്ടെ? ഞാൻ നൈസായിട്ട് അമ്പ് വിട്ടോട്ടെ? പള്ളി പോയി പറഞ്ഞാൽ മതി. നിനക്ക് അടിക്കണമെങ്കിൽ നീ കാശ് മുടക്കി മേടിച്ചിട്ട് വരണം. എന്റെ കാശ് മുടക്കി മേടിച്ച് അടിക്കാൻ പറ്റത്തില്ല. അവൻ ഇത് കുടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, അമ്പ് വിടണ കാര്യമാണ് പറഞ്ഞത്. ഞാനും അതന്നെ പറഞ്ഞത്. നിനക്ക് അമ്പ് വിടണമെന്ന് അങ്ങനെ ചാടിക്കറി അമ്പ് വിടാൻ പറ്റത്തില്ല. പിന്നെ നീ ഇങ്ങനെ വന്നതല്ലേ ഉള്ളൂ. അതോ? അപ്പൊ അതിന് ചില രീതികളും കാര്യങ്ങളും ചടങ്ങുകളൊക്കെ ഉണ്ട്. എന്താണ് ചടങ്ങ്? എന്താ പറയൂ കേക്കട്ടെ. ദക്ഷിണ കാശിയ. അത് പറ. അപ്പൊ ഇവിടെ സ്പോർട്സ് മാത്രമല്ല, ആർട്സും ഉണ്ട്, ക്ലാസിക്കൽ സംഗീതം. പറഞ്ഞു കൊടുക്കാം. അതല്ലെന്ന്. പിന്നെ ദക്ഷിണ കാശിത. ദക്ഷിണ. അയ്യോ ഞാൻ അത് മറന്നുപോയി. കൊണ്ടുവന്നിട്ടുണ്ട്. ക്ഷമിക്കണം കേട്ടോ. പിടിച്ചേ. വെറ്റില, അടയ്ക്ക, ആക്കിയോട്ടെ. അതുപോലെ തന്നെ വെള്ളി രൂപ. അപ്പൊ നിനക്ക് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ മതിയോ? അങ്ങനെ ചോദിച്ചേ? വെള്ളി രൂപ വെച്ചുകൊണ്ട് ചോദിച്ചാ മാറ്റിത്തരാം. 500 നോട്ട്. ഇപ്പം ചെറിയ ഗോൾഡിന് സാധ്യതയുണ്ട്. 500 വെച്ച ഗോൾഡ് കിട്ടും. ഗോൾഡ് കിട്ടും. ഇവനെയൊക്കെ എങ്ങനെ ഒളിമ്പിക്സ് സെക്രട്ടറി ആര് വിടണം ഇവനെ? 500 രൂപ പിടിച്ച്. കഴിഞ്ഞ ദിവസം ഞാൻ 50 തന്ന കോഴിയുടെ ഉടമസ്ഥ മറ്റേ രമണിക്ക് കൊടുത്തേക്കണം. ആടിനെ പിന്നെ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനേ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ്? ഇപ്പൊ ഈ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സമയത്തും ഇല്ലല്ലോ. എല്ലാ സമയത്തും അമ്പയത്ത് എപ്പോഴും ഉണ്ടോ? അമ്പയത്ത് എപ്പോഴും ഇല്ല. ഇല്ല, മത്സര സമയത്ത് മാത്രമേ. അപ്പൊ ഈ ഓഫ് സീസണിൽ നിങ്ങൾ എന്നാ ചെയ്യണേ? എന്താണ് അതാ ചോദിച്ചത്? ഓഫ് സീസണില് ചെയ്യണം. 1 2 3 4. ഇതെന്താണ് സംഭവം? എന്താണ് അമ്പയത്ത് പഠിപ്പിക്കുന്ന? ഇതെന്താ സംഭവം? എന്താണ്? എനിക്ക് മനസ്സിലായില്ല. ഇത് വിൽപ്പാട്ട്. അങ്ങനെ മൾട്ടിപർപ്പസ് എക്യുപ്മെന്റ്സ് ആണ് ഈ ഇരിക്കുന്നത്. മനസ്സിലായില്ല. അങ്ങോട്ട് വെച്ചാൽ ആർട്സ്, ഇങ്ങോട്ട് വെച്ചാൽ സ്പോർട്സ്. എന്ന് വെച്ചാ അങ്ങോട്ട് വെച്ചാൽ അമ്പയത്ത്, ഇങ്ങോട്ട് വെച്ചാൽ വിൽപ്പാട്ട്. എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നൊരു കലയാണിത്. അച്ഛൻ വിൽപ്പാട്ടാണോ? അച്ഛൻ വിൽപ്പാട്ടൊന്നുമില്ല, അച്ഛൻ ഐറ്റം വേറെ. അത് പ്രവേശിലൊരു പരിപാടിയല്ല, ഐറ്റം വേറെ. അത് ഇത് ഐറ്റം വേറെ, ഇത് അച്ഛൻ ഐറ്റം വേറെ. അച്ഛനെ കുറിച്ച് പറഞ്ഞു. അച്ഛനെ കുറിച്ച് അച്ഛനെ വീട്ടിലൊന്നും വന്നാൽ കാണാൻ പറ്റത്തില്ല, ഫുൾ ടൈം ആറ്റിലായിരിക്കും. ആറ്റിമീനാണോ അച്ഛൻ? എന്റെ അച്ഛൻ നീന്തൽ താരമായിരുന്നു, ഒളിമ്പ്യൻ ആദം. നീന്തൽ താരാണോ? പിന്നെ അച്ഛൻ നീന്തൽ മത്സരത്തിന് ഇറങ്ങിയാൽ ഗോൾഡും കൊണ്ടേ വരും. ഇറങ്ങിയില്ലെങ്കിൽ ഗോൾഡും കൊണ്ടേ പോകും. അമ്മയുടെ കഴുത്തൊക്കെ ഇറങ്ങണ ഗോൾഡും പറിച്ചിട്ട് പോകും. എവിടെയെങ്കിലും പണയം വെക്കും. എനിക്ക് മനസ്സിലായില്ല എന്താ പറയണത്. എങ്ങോട്ട് ഞാൻ ഗോൾഡ്. അച്ഛനെ കുറിച്ച് പറഞ്ഞല്ലേ? എടാ അച്ഛനെന്ന് പറഞ്ഞാൽ 1987 ഒളിമ്പിക്സ്. 87 ഒളിമ്പിക്സ് ഇല്ലല്ലോ. ഇല്ല. അന്നാ 1988 ഒളിമ്പിക്സ്. 88 ഒളിമ്പിക്സ് ഇല്ല. നീ പറ ഏതില്ല ഒളിമ്പിക്സ്? 89 ഒളിമ്പിക്സ്. 89 വിട്ടു തന്നിരിക്കുന്നു. 89 അമേരിക്കയിലെ ഒളിമ്പിക്സ്. അമേരിക്കയിലല്ല 89 ഒളിമ്പിക്സ്, റഷ്യയിലാണ്. ശരി, വർഷവും രാജ്യവും നിനക്ക് തന്നിരിക്കുന്നു. കഥ ഞാൻ പറയും. അതെയോ? കഥ ഞാൻ പറയും. അതെന്റെ അവകാശം, ഞാൻ പറയും. അമേരിക്കൻ ഒളിമ്പിക്സിൽ അച്ഛൻ നീന്തലല്ലേ? പിന്നെ നീന്തൽക്കാരല്ലേ? നീന്തൽ താരം അച്ഛൻ നീന്തലിന് പേര് കൊടുത്തു. സമയമായപ്പോൾ അച്ഛൻ ഉടനെ എണ്ണയും സോപ്പ് കൊടുത്തങ്ങ് ഇറങ്ങി. സോപ്പ് കേട്ടോ? എണ്ണയോ? അതറിയാം.
ഇവിടെ എണ്ണയല്ലെന്ന് പിന്നെ എണ്ണയും കൂട്ടി സൂട്ട് വിട്ടങ്ങോട്ട് ഇറങ്ങി. നീന്തൽ സ്യൂട്ട്, സ്വിമ്മിംഗ് സൂട്ട് വിട്ട് ഇറങ്ങി. നീന്തൽ കുളത്തിന്റെ കരയിൽ ചെന്നപ്പോ ആരൊക്കെ അവിടെ മത്സരിക്കുന്ന രാജ്യക്കാർ? ആരൊക്കെയാണ്? ഉസ്ബെക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, സ്ലൊവാക്യ, സ്ലൊവേനിയ, എന്റെ ചെക്കോസ്ലോവേക്യ, ഇങ്ങനെ പറഞ്ഞാൽ തെറ്റുന്ന സകല രാജ്യക്കാരോട് എല്ലാം പുലികള്. അപ്പൊ അച്ഛനോ? അച്ഛൻ സിംഹല്ലേ. ആദ്യത്തെ ഫിസിലിന് ഡൈവിംഗ് ഉണ്ടല്ലോ സ്വിമ്മിംഗ് പൂളിലേക്ക്. ആ ഡൈവിംഗ് എന്ന് അച്ഛൻ അപാര ഡൈവിംഗ് ആണല്ലേ? അച്ഛൻ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാരും കടത്തി വിട്ടു. അന്ന് മത്സരത്തിന് ഫസ്റ്റ് വിസിൽ കൊടുത്തു. ആ കാണികളുടെ ഹർഷാരവം. അച്ഛൻ ഒറ്റ ഡൈവിംഗ്. ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇതേവരെ ചെയ്യാത്ത ഡൈവിംഗ് അച്ഛൻ. അത്ര ഡൈവിംഗ് ആയിരുന്നു. എന്നെ ഭയങ്കര ഡൈവിംഗ്. അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഇത് ഗോൾഡ് മാത്രമല്ല റെക്കോർഡും തകർത്തിട്ട് അച്ഛൻ വരൂ. ഞാൻ ഓടി. അല്ല ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോയി. അച്ഛൻ കയറി വരുമ്പോ തലയും തുറത്തി രാഷ്ട്രാതി ഇട്ട് കൊടുക്കണ്ടേ? അതിന്റെ പനി പിടിക്കും പുള്ളി. ഞാൻ ഫിനിഷിംഗ് പോയിന്റിൽ ചെന്ന് ഇങ്ങനെ അച്ഛൻ വണ്ണം നോക്കി നിൽക്കുക. എന്റെ പ്രതീക്ഷ ഈ പറഞ്ഞാൽ തിരിയാലത്തെ സകല രാജ്യക്കാരും നീന്തി കയറിപ്പോയി. പറഞ്ഞാൽ തിരിയുന്ന ശ്രീലങ്കക്കാരൻ റിസീവ്സ് വരെ മലമ്പോട്ട് വിട്ട് കയറിപ്പോയി. ഈ പുള്ളിക്കാരനെ മാത്രം കാണുന്നില്ല. എനിക്കറിയാമോ അങ്ങനെ അപ്പായി പോയി. ഞാൻ ഓടിപ്പോയി ഒളിമ്പിക്സ് കമ്മിറ്റി അപേക്ഷ കൊടുത്തു. ഒരാൾ ചാടിയിട്ട് വന്നിട്ടില്ല, എവിടെയെങ്കിലും ചെന്ന് കണ്ടുപിടിച്ച് തന്നെ ഉണ്ട്. ഉടനെ കമ്മിറ്റി കൂടി 14 മോട്ടോർ കൊണ്ടുവന്ന് വെച്ച് സ്വിമ്മിംഗ് പൂളങ്ങ് പറ്റിച്ചു. പറ്റിച്ച് നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താണ്? ഈ തന്തപ്പടി ആ ചാടിയ ചാട്ടത്തിന് താഴത്തെ ടൈലെ തല അടിച്ചത് ഇങ്ങനെ കിടക്കും. പിന്നെ ആംബുലൻസ് വിളിച്ച് അവിടുത്തെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. റഷ്യയിലൊക്കെ ജില്ലാ ഹോസ്പിറ്റൽ എല്ലായിടത്തും ജില്ലാ ഹോസ്പിറ്റലുണ്ട്. ആ അവിടെ കൊണ്ട് പിന്നെ ഒരു ഗുണമുണ്ടായി. ആ ചാട്ടം കൊണ്ട് ഒളിമ്പിക്സിന് ഒരു ഗുണമുണ്ടായി. ഒളിമ്പിക്സിന് എന്നാ ഗുണമുണ്ടായി? ആ ചാടി ഇങ്ങനെ കിടന്നില്ലേ, ആ എംബ്ലം ആയിരുന്നു പിറ്റേ ഒളിമ്പിക്സിൽ ലോഗോ. ഒറ്റ ചാട്ടത്തിൽ ലോഗോ കയറി വ്യക്തിയാണ് എന്റെ അച്ഛൻ. അതെ, ഞാൻ നിങ്ങളുടെ കഥ കേട്ടോണ്ട് കാര്യമില്ല. നിങ്ങൾ ഇത് പഠിപ്പിക്കേണ്ടി ഒന്ന് പഠിപ്പിക്കണം. നീ ഇതെടുക്കും, വിൽസ് എടുക്കൂ. ബംഗാളി ബീഡിയാണ് തരാം. ബംഗാളി ബീഡിയോ? വിൽസ് ഞാൻ വലിക്കത്തില്ല. പുക വലിക്കുന്ന കാര്യമാണോ? ബംഗാളി ബീഡിയാണെങ്കിൽ നല്ല പുകയായിരിക്കും. ഈ സാധനം എടുക്കാനാ പറഞ്ഞത്. ഏത് സാധനം? ഇത് ഇരിക്കണം വില്ല്. ആദ്യം പറഞ്ഞപ്പോ വിൽസ് എന്നാ പറഞ്ഞത്. പല്ലിന്റെ വിടവെള്ളം കൊണ്ട് കയറി വന്നതാണ്. നീ അത് എടുത്തേ. നീ അമ്പെടുക്കുക. അമ്പ് പിന്നെ ഞാൻ എടുത്തു തന്നെ. ഞാൻ എടുക്കാം. നേരെ നിൽക്കൂ. 5 വിരൽ പെരുവിരൽ മടക്കി 4 വിരൽ കൊണ്ട് ബാണമെടുത്ത് ഞാൻ തൊടുത്ത് വലിക്കൂ. ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി വിട്ടോട്ടെ. ബാഹുബലി. ബാഹുബലിയോ? ഞാൻ കണ്ടായിരുന്നു സിനിമ. പറ്റും സെക്കൻഡും കണ്ടതാ. ഇവരെല്ലാ സിനിമയും കണ്ട് നമ്മുടെ 5 ഡയലോഗും മുടിക്കാൻ വന്നേക്കും. എടാ നീ അങ്ങോട്ട് ലക്ഷ്യം നോക്കണം. നോക്കിയോ? പ്രതീക്ഷ കിളിയെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കിളിയുടെ എന്തെല്ലാം കാണുന്നു? കിളിയുടെ കാല് കാണുന്നു. ഓക്കെ. ചുണ്ട് കാണുന്നു. അതുപോലെ വാല് കാണുന്നു. പിന്നെ ചിറക് കാണുന്നു. എന്നാലും കണ്ണ് കണ്ണെന്ന് പറയാ വലിച്ചോണം കേട്ടോ. എടാ കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ? കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ എന്ന് കിളിയോട് ചോദിക്കണം. എന്നോട് ചോദിച്ചിരുന്ന കാര്യം എനിക്ക് വയ്യ. എനിക്ക് ചിരിക്കാത്ത കാര്യം പറ. എടാ നിന്റെ കണ്ണ് കൊണ്ട് കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ? എന്റെ കണ്ണ് കൊണ്ട് എനിക്കല്ലേ കാണാൻ പറ്റുള്ളൂ. കിളിക്ക് എങ്ങനെ കാണാൻ പറ്റും? എടാ നിനക്ക് 2 കണ്ണുണ്ടോ? ഉണ്ട്. കിളിക്ക് 2 കണ്ണുണ്ടോ? ഉണ്ട്. കിളിയുടെ കണ്ണ് കാണുമല്ലോ. അത് കിളിയോട് ചോദിക്കുമ്പോൾ പള്ളിമാതെ പറ. എന്തോന്ന് നിന്റെ പൊന്നു പ്രതീക്ഷ, നിനക്ക് കിളിയുടെ കണ്ണ് കാണാവോ? കാണാം. അവിടെ നിക്ക് അതങ്ങളിൽ കേട്ടോ. കിളിയുടെ കണ്ണ് ഇപ്പൊ നിനക്ക് കാണാം. ഇനി കണ്ണടച്ച് നോക്കൂ. ഇപ്പൊ എന്ത് കാണുന്നു? കൂറ്റിട്ട് എങ്ങും അന്ധകാരം. എടാ നാടകം നടാ. കുറ്റാക്കിട്ട് എങ്ങനെ ആണ്ട. 2 കണ്ണ് അടച്ചോ? എടാ ഒരു കണ്ണടച്ചിട്ട് ഒരു കണ്ണ് കൊണ്ട് നോക്കാം. എനിക്കൊരു വിഷയമുണ്ട്. ഒരു കണ്ണടച്ചാൽ മറ്റേ കണ്ണ് ഓട്ടോമാറ്റിക്കലി അടഞ്ഞു പോകും. ആണോ? ജന്മന ഉള്ളത്. എന്റെ പൊന്നു പ്രതീക്ഷ, നിന്റെ കണ്ണട അത് പഠിക്കാൻ പറ്റത്തില്ല. ഞാൻ കത്ത് കഴിഞ്ഞിട്ട് എനിക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങളല്ല പറഞ്ഞ എന്റെ കണ്ണടയാണ് പഠിക്കണം. വ്യക്തമായിട്ട് പറയൂ. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? ഇവനെല്ലാം പറഞ്ഞു. എടാ നീ ഒരു കണ്ണടച്ചിട്ട് മറ്റേ കണ്ണുകൊണ്ട് കിളിയെ നോക്കും. അങ്ങനെ ഞാൻ നോക്കിയല്ല. പണ്ട് ഞാനൊരു 32 വയസ്സുള്ള ഒരു കിളിയെ മറ്റേ കണ്ണിലൂടെ നോക്കി. ഭയങ്കര വിഷയം. നീ ഒരു കോപ്പം മരിക്കണം. നീ പൊക്കോ. ഞാൻ ഈ പരിപാടി 1 മാസത്തേക്ക് നിർത്തി വെച്ചു. ഇവരെ പോലെ മണ്ടനെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റും. ഞാൻ അങ്ങനെ പറയരുത്. ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ചാവും. പറയണ ഒളിമ്പിക്സ് ഇവൻ എവിടെയെങ്കിലും പോയി ചാക്കാം. ഇങ്ങനെ പറഞ്ഞ എനിക്ക് ഒളിമ്പിക്സിൽ പോയി ഗോൾഡ് മേടിക്കണം. എന്തെങ്കിലും ചെയ്തിട്ടാ എനിക്ക് ഗോൾഡ് മെഡൽ മേടിക്കണം. ഞാൻ നോക്കിട്ട് ഇനി ഒളിമ്പിക്സിൽ നിനക്ക് മേലെ മേടിക്കാൻ ഒറ്റ വഴി ഞാൻ കാണുന്നുള്ളൂ. ഒളിമ്പിക്സിൽ 2 എണ്ണം കൂടി ഉൾപ്പെടുത്തണം. അത് ഏതൊക്കെ ആയിട്ടാണ്? ഒന്ന് സുന്ദരിക്ക് പൊട്ടുതരി, ഒന്ന് കലം തല്ലി പൊട്ട്. ഈ 2 ഉൾപ്പെടുത്തിയാൽ നിനക്ക് മെഡൽ ഉറപ്പ്.
കോച്ച്. പിന്നല്ലാതെ നേരത്തെ അടിച്ച കൈയ്യടി ഒന്നും അടിച്ചേ. എനിക്ക് തോന്നുന്നു ഇല്ല ഇങ്ങനെ ഇതുവരെ നമ്മുടെ ഇവിടെ വന്ന ഓഡിയൻസ് കൈയടിച്ചിട്ടുണ്ടാവുന്ന ഉഗ്രൻ. ചേട്ടാ സ്റ്റാർട്ട്. എക്സ്ട്രാ ഓർഡിനറി സ്കിറ്റായിരുന്നു. സാധാരണ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്കറിയാം അതിനകത്തുണ്ടാകുന്ന ആശയദാരിദ്ര്യങ്ങളും എത്രമാത്രം അത് കളിച്ച് കയറ്റാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റും. പക്ഷേ ആ ഇൻ്റർവ്യൂവിന് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും കൗണ്ടർ കൊണ്ട് കളിക്കുന്നത് നിങ്ങളെപ്പോലുള്ള 3 പേരാണ് കേട്ടോ. കാരണം ഓരോരുത്തരും അവരുടെ ഭാഗം അത് പ്ലേ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കൗണ്ടറുകൾ. കാര്യം ഈ നമുക്കറിയാം അമ്പടിക്കുന്ന 1.5 അടിക്കണം. ഈ സാധനങ്ങൾ ഒരു ലെവലിൽ പോയിട്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കില്ല, ഇവരെ ശ്രദ്ധിക്കും. കാരണം ഇവർ ഓരോന്നിനും നിങ്ങൾ ഓരോ അമ്പ് നിങ്ങൾ അമ്പടിക്കാറുണ്ടോ? വല്ലപ്പോഴും ഒന്നര അമ്പ്. ഓക്കെ, ഇവരുടെ കയ്യടി ഒരു 1.5 അമ്പായിരുന്നു കേട്ടോ. അല്ലേ? അമ്മാതിരി കാര്യം അവരെൻജോയ് എന്നുള്ളതാണ്. അത് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് ഇനിയും മുമ്പോട്ട് പോകട്ടെ. ഉഗ്രൻ സ്കിറ്റുകൾ നിങ്ങളിൽ നിന്ന് ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഇനിയും വരട്ടെ. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ട്. കണ്ണ് കിട്ടാതിരിക്കട്ടെ. ചേട്ടാ മൂന്ന് പേർക്കും കെട്ടിപ്പിടിച്ചൊരുമ്മ. ഗംഭീരമായിരുന്നു, അസാധ്യമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊരു സ്കിറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അസാമാന്യമായ കഴിവുകൾ നിങ്ങൾക്കുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. നിങ്ങൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ അസാധ്യ സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു. സ്ക്രിപ്റ്റിംഗ് സൂപ്പറായിരുന്നു, ഗംഭീരമായിരുന്നു. അതിനൊപ്പം നിങ്ങളുടെ പെർഫോമൻസ് ഒരാൾ പോലും ഒരു അണുവിടയ്ക്ക് താഴോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. 3 പേര് നിന്നങ്ങ് പൊരിക്കുകയായിരുന്നു. പ്രചോദ് പറഞ്ഞ പോലെ കണ്ണ് കിട്ടാതിരിക്കട്ടെ, അടിപൊളിയായിരിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അല്ല, ഈ ഓഡിയൻസിൻ്റെ കയ്യടിക്കപ്പുറം ഒരു നല്ല കമൻറ്റ് പറയാൻ എനിക്കില്ല. അതിൻ്റെ തെളിവാണ് അവരുടെ കയ്യടി എന്ന് പറയുന്നത്. അത് നമ്മൾ ലൈവ് കിട്ടുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം അത് തന്നെയാണ്. ലൈവ് കിട്ടിയ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് ഇതേപോലുള്ള കയ്യടികളും ചിരികളുമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ 50-100 ആക്കാൻ പറ്റും നമുക്ക്. അതിൻ്റെ തെളിവാണ് ഈ സ്കിറ്റ് എന്ന് പറയുന്നത്. ഒന്ന്, നിങ്ങൾ തിരഞ്ഞെടുത്ത സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഗംഭീര സബ്ജക്റ്റാണ്. നിങ്ങളിപ്പം ഒരു മീറ്ററിൽ നിൽക്കുകയാണ്. ഇനി മുമ്പോട്ടും ആ മീറ്ററിൻ്റെ സൂചി മേളിലേക്ക് കയറാവുള്ളൂ, താഴോട്ട് ഇറങ്ങരുത്. ഇതേപോലെ ചിരിയുടെ നിറകുടവുമായിട്ട് ഡെയിലി 1.5 അമ്പ് ആഹാരത്തിന് മുമ്പ് വിടാം. ഇതിന് നല്ല പിന്നെ പൈസ കിട്ടുവാണെങ്കിൽ ഇന്നിവരുടെ വക അമ്പ് പാർട്ടി. അതെ, സന്തോഷം. അതെ, ഓക്കെ. എന്തായാലും വളരെ ഗംഭീരമായിരുന്നു. ഇനി ഇതിൽ കൂടുതൽ എല്ലാവരും പറഞ്ഞു. എനിക്ക് ചിരിച്ച് കണ്ണ് നിറഞ്ഞ് ചുമക്കാന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. അല്ല, ഈ ഷോ തുടങ്ങിയിട്ട് ഫസ്റ്റിലെയാണ് ഞാൻ ഇത്രയും ചിരിക്കുന്നത്. കണ്ണൊക്കെ നിറഞ്ഞു. കണ്ണ് ചുമന്ന് ഇങ്ങനെ ഇരിക്കുന്നു കഴിഞ്ഞപ്പോഴും. അതാണ് നസീർക്ക 3 അമ്പടിച്ചാലേ കണ്ണ് ചുമക്കാൻ. പക്ഷേ ഇവര് കൂട്ടയമ്പല്ലേ വിട്ടത്, അപ്പൊ അങ്ങോട്ട് ചുമന്നു പോയതാണ്. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല സ്കിറ്റുകളുമായിട്ട് വീണ്ടും വരിക. ഞങ്ങളുടെയും പ്രേക്ഷകരെ ആവശ്യമാണത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നോക്കാം ഈ ഗംഭീര സ്കിറ്റിന് അതിനുശേഷമുള്ള അമ്പ് പാർട്ടിക്ക് എത്ര എമൗണ്ട് കിട്ടാൻ പോകുന്നുള്ളത്. നസീർക്ക, ഞാൻ 20,000. ഓക്കെ, 20,000 രൂപ. ചേട്ടാ, ഞാനൊരു 22,000 അമ്പ് അങ്ങോട്ട് കൊടുക്കും. ടോട്ടൽ 44,000 രൂപയായി. ഇപ്പൊ തന്നെ ഒരു 5-8 അമ്പ് പാർട്ടി നടത്താനുള്ള പിന്നെ പ്രജേട്ടാ. ഞാൻ അച്ഛന്റെ എംബ്ലം മനസ്സിൽ വിചാരിച്ചു. വിട്ടു. അങ്ങനെ നമ്മുടെ ഇത് ഐറ്റം വേറെയിലെ അടുത്ത ഗോൾഡ് പഞ്ച്. അപ്പോ ഇവരൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രേക്ഷകർ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന പോലെ ഇതിലും ഗംഭീരമായ ഒരു ഐറ്റമായിട്ട് വരിക. അപ്പൊ ഇന്ന് ഉഷാറായിട്ട് സന്തോഷത്തോടെ 4-5 അമ്പൊക്കെ വിട്ട് ഓക്കെ. താങ്ക് യു കേട്ടോ. കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീമിനെ വിളിക്കട്ടെ. വിളിക്ക്. ലെറ്റ്സ് വെൽക്കം മനോജ് ചേട്ടൻ, അജയ് ചേട്ടൻ ആൻഡ് ബാസ്റ്റ്.
എന്റെ അപ്പച്ചായി കഴിഞ്ഞ 2 പണി ഇച്ചിരി കൈവിട്ടു പോയി. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ പണിയെങ്കിലും ഒന്ന് കരകയറ്റി തരണേ. പുതിയൊരു പണിക്കാരനെ കിട്ടിയിട്ടുണ്ട്. എങ്ങനാകുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ അപ്പച്ചായിട്ട് മിണ്ടത്തില്ല, കൂട്ടുവെട്ടും കേട്ടോ. ഹലോ, സർക്കിളാണേ. എന്നിട്ട് സ്ക്വയർ ആണല്ലോ. അതല്ലടാ, സർക്കിൾ ഇൻസ്പെക്ടർ ആണെന്ന്. എന്താ സാറേ? എന്റെ ജീപ്പ് അവിടെ ഇല്ലേ? സാറിന്റെ ജീപ്പ് സാറിന്റെ പോക്കറ്റിൽ കാണും. ജീപ്പ് അവിടെ ഇല്ലെന്നാടാ, എന്റെ ജീപ്പ് അവിടെ ഇല്ലടാ. ഞങ്ങള് പോലീസുകാർ കള്ളന്മാരെ പിടിക്കാൻ പോകത്തില്ലേ, ആ വണ്ടി അവിടെ ഇല്ലേ? അത് ഇവിടെ ഉണ്ട് സാറേ. ഉണ്ടല്ലേ? സാറ് വരുമ്പോഴത്തേന് വന്നാ മതി കേട്ടോ. ഓക്കെ. സാറ് വരുമ്പോഴേ യൂണിഫോമിൽ വരല്ലേ. പിന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഞാൻ എന്തായാലും കുന്നായി വേല കാണിച്ചിട്ട് പോലീസ് പിടിക്കാൻ വരുവാന്ന്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ മഫ്തിയിൽ വരാം. അങ്ങനെ 2 കിലോ എനിക്ക് വാങ്ങിച്ചോട്ട് തരണേ. എന്ത് മത്തിയായിട്ട് വരാന്ന് പറഞ്ഞു. എടാ, മത്തിയായിട്ട് വരാന്നല്ല, മഫ്തിയിൽ വരാന്നോ. ഞാൻ സിവിലിൽ വരാം. ഞാൻ 150 രൂപയൊക്കെ ചെറിയൊരു സാധനം കൂടെ വാങ്ങിച്ചോട്ട് പറഞ്ഞേ. ഓക്കെ. എടാ, സിവിൽ സപ്ലൈസിൽ പോകുന്ന കാര്യമില്ലടാ, ഞാൻ സിവിൽ ഡ്രസ്സിൽ വരാന്ന്. എങ്ങനെ വന്നാലും സാറ് ഡ്രസ് ഇട്ടോട്ട് വന്നാൽ മതി, ഞാൻ ശരിയാക്കി ഇട്ടേക്കാം. എന്റെ പൊന്ന് ദൈവം തമ്പുരാന് 2-3 ദിവസം കൊണ്ട് ഒരുത്തൻ പണി പഠിക്കാൻ വരുന്നുണ്ട്. 10-ാം മണിയായിട്ടും അവനെ കാണുന്നില്ല. എനിക്കാന്നാ പണി ചെയ്യാൻ ഇതുപോലും മടിയും. ആശാനേ. ആട്ടാനെയോ? കാട്ടാനെ അല്ലെന്ന്, ആശാനേന്ന്. ആറ്റാനെ ഇത്രയും നേരം നീ എവിടെ നിൽക്കുവായിരുന്നടാ? എന്റെ ആശാനെ, ഞാൻ ബസ്സൊക്കെ കേറി ഇഞ്ഞു വരണ്ടേ? എടാ, ഒരു സ്കൂട്ടർ വാങ്ങിച്ചു തരാൻ പറയടാ. അയ്യോ, പറ്റത്തില്ല. ഇപ്പോഴത്തെ പെട്രോളിന്റെ വില വെച്ച് നമുക്ക് സ്കൂട്ടർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഭയങ്കര വിലയല്ലേ പെട്രോളിന്? ഭയങ്കര വില പെട്രോളിന്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോഴാണ് പെട്രോളിന് വില കൂടുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിലെ 2 രൂപ ഉള്ള ടങ് ക്ലീനറിന് അത് വാങ്ങിച്ച് നാക്കെന്ന് പഠിക്കണം. ക്രൂഡ് ഓയില് എന്താ തല ഇരിക്കുന്നത്? ചോറ്. തലച്ചോറോ? എനിക്ക് തിന്നാനുള്ള പൊതിച്ചോറ്. എനിക്കൂടെ ഉള്ളതാണ്. അല്ലല്ല, ഇത് മൊത്തം എനിക്ക് തിന്നാനുള്ള ഉച്ചക്ക്. ഒന്ന് പിടിക്കാവോ? എന്റെ പൊന്നു ദൈവമേ, സിമന്റ് ചാക്ക് പോലെ ഉണ്ടല്ലോ. എന്തൊക്കെ ഉണ്ടോ അതിനകത്തില്? ഇതിനകത്ത് ഇറച്ചിയുണ്ട്, മീനുണ്ട്, മുട്ടയുണ്ട്, പയറുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, കൂവക്കിഴങ്ങുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഹൈപ്പർ മാർക്കറ്റ് മൊത്തം പോഞ്ഞോട്ട് ഇനി വന്നേക്കുവാ. അയ്യോ, അത്രയ്ക്കൊന്നുമില്ല, എല്ലാം ഇച്ചിരി ഉള്ളൂ. ഈ തിന്നുന്നതൊക്കെ എങ്ങോട്ട് പോവാടാ? അതറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത തവണ ആശാനെ പിടിച്ച് ഞാൻ തിന്നാം. അപ്പൊ റൂട്ട് അറിയാമല്ലോ പോകുന്നത്. അതും നടക്കും. നോക്കിക്കത് പണി ചെയ്യാൻ നോക്കണം. ആശാനെ, ഞാൻ എന്തോ ചെയ്യണം? സാറേ, എന്റെ ചേംബറിൽ ചെന്നിട്ടേ ഞാനൊരു 8 ഫയൽ എഴുതി ഒപ്പിട്ട് സീൽ അടിച്ചു വെച്ചിട്ടുണ്ട്. സാർ അതുകൊണ്ട് കളക്ടറേറ്റ് പോകണം. കളക്ടർ അത് ഒപ്പിട്ട് തരും. എന്നിട്ട് PWD ചെന്നിട്ട് ബില്ല് മാറി എടുക്കണം. എനിക്കിവിടെ വലിയൊരു പാലം പണിയാണ്, ഞാനല്ലേ ഓർഡർ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ ബൈക്കിനകത്തെ പണിയൊന്നും ചെയ്യണ്ടേ? അപ്പൊ നിനക്കറിയാം ഇവിടെ എന്തിനാ വരുന്നത്? മര്യാദക്ക് തുണി മാറിയിട്ട് പണി ചെയ്യണം. ആശാൻ എന്തോ ചൂടാവുന്നത്? 3-4 ദിവസമായി ഞാനിവിടെ പണിക്ക് വന്നിട്ട് ആശാൻ എന്നെ ഇതുവരെ ഒരു കാര്യം പോലും എന്നെ പഠിപ്പിച്ചില്ല. ഇവനെ എങ്ങനെ പഠിപ്പിക്കും? ഇൻഡിക്കേറ്റർ വാങ്ങിക്കാൻ മിനിഞ്ഞാന്ന് പറഞ്ഞു വിട്ടതാ. 2 മണിക്കൂറായിട്ട് കണ്ടില്ല. ഞാൻ ചെന്ന് നോക്കി എന്തുവാ, സിൻഡിക്കേറ്റ് വാങ്ങിയിട്ട് മുന്നിൽ വായി നോക്കി നിൽക്കുവായി ഈ പഴം. അത് തന്നെ എനിക്കൊരു അബദ്ധം പറ്റിയല്ലോ. ഞാൻ കൊണ്ടാകത്തില്ല, ഞാൻ മര്യാദക്ക് ചെയ്യാൻ നോക്കണ്ടോ. ആശാന്റെ ബോധം പോയി, എന്റെ ആശാന്റെ ബോധം പോയി, ആശാന്റെ ബോധം പോയി. വന്ന് എന്തോ പൊടിയാണ് ഈ തുണിയിൽ. ഇത് ഞങ്ങളുടെ അച്ഛൻ പണിക്ക് കൊണ്ടുവന്ന തുണി, അതാ ഇത്രയും പൊടി. നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ? പൊടിയൻ. അത്രയും പൊടി. നിങ്ങളുടെ അച്ഛൻ ഏത് പഠിക്കാ പോകുന്നത്? അച്ഛൻ ഗോതമ്പ് പൊടിക്കാൻ പോവാ. പാറക്കോറി പോയായിരുന്നു മിറ്റിൽ വാരി എന്ന് ഏത്തിട്ടേ. അയ്യോ, എന്റെ കണ്ണ് നീർന്നു. എന്താ വെള്ളം എടുത്താ കുടഞ്ഞ്? ഞാൻ തന്നെ ഈ വെള്ളം എടുത്താ ഒഴിച്ചേ. അയ്യോ, ബാറ്ററി വെള്ളം എടുത്തല്ലേ മുഖത്തൊഴിച്ചെന്റെ കണ്ണ് പോകണ. ബാറ്ററി വെള്ളമാണ്. ഇത് ബാറ്ററി വെള്ളമായിരുന്നു. അതാണ് ഇങ്ങനെ ചൂടാവാതെ. എനിക്കല്ലേലും ഈ വർക്ക്ഷോപ്പ് പണി ഇഷ്ടമല്ല. ഇത് കൊള്ളത്തില്ല, അഴുക്ക ഇച്ചിയായി പണി. എടാ, നീ വർക്ക്ഷോപ്പ് പണി അങ്ങനെ പൂച്ചയ്ക്കല്ലേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് എല്ലാ പണിയൊന്നും പഠിപ്പിക്കണ്ട. ആശാൻ എന്നെ 2 നട്ട് മുറുക്കാൻ പഠിപ്പിച്ചാൽ മതി. ഞാൻ അതുകൊണ്ട് ഗൾഫിൽ പോയി രക്ഷപ്പെട്ടോളാം. ആദ്യം നിന്റെ തലയ്ക്കകത്ത 2 നട്ട് മുറുക്കണം. നീ ഒരു കാലത്തിൽ രക്ഷപ്പെടത്തില്ല. എനിക്കറിയാം. ആശാന്റെ കൂടി ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെടത്തില്ല. ആശാൻ കണ്ടോ, ഞാൻ ആറ്റിങ്ങിലെ വർക്ക്ഷോപ്പിൽ പോയിരിക്കും, എന്നിട്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെടും. എടാ, പാലാരി വട്ടത്തെ ഈ വർക്ക്ഷോപ്പിൽ നിന്നിട്ട് നീ രക്ഷപ്പെട്ടില്ല. നീ ആറ്റിങ്ങിലുള്ള വർക്ക്ഷോപ്പിൽ പോയി എങ്ങനെ രക്ഷപ്പെടാനാ? അയ്യോ, ആശാൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ. ആറ്റിങ്ങിലെ വർക്ക്ഷോപ്പിൽ നിന്നിട്ടുള്ളവരൊക്കെയാണ് ഇപ്പൊ മലയാള സിനിമയിൽ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ചേട്ടാ, അത് ആറ്റിങ്ങിലെ വർക്ക്ഷോപ്പ് അല്ല, ആക്ടിംഗ് വർക്ക്ഷോപ്പ്. ഇതെന്തുവാ? തൊലി. അതല്ല, നിന്റെ തൊടയിലെ തൊലി. അങ്ങനെയാണോ? നേരം വെളുക്കുന്നതും തൊട്ട് വൈകുന്നേരം വരെ ഇവനെ പിച്ചാൻ എനിക്ക് നേരെ ഉള്ളൂ. എനിക്ക് ഈ ബൈക്കെങ്കിൽ നിന്ന് പണിഞ്ഞു കൊടുക്കണോ? എന്നിട്ട് ചുമ്മാ വായി നോക്കി നിന്ന് പറ്റത്തില്ല, അറിയോ? സൂപ്പർവൈസർ നോക്കി നിൽക്കോ എന്നെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ? ഞാൻ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ. എടാ, ചെയ്യും മുറുക്കണം. ഇപ്പൊ പറയണ്ടേ? തോമസ് സാറ് പാവാടാ, തോമസ് സാറ് പാവാടാ.
തോമസ് സാറ് പാവാടാ. തോമസ് സാറിന്റെ പാവാടയല്ല, നിന്റെ അച്ഛന്റെ പാലക്കാരൻ അണ്ടർവെയർ. അല്ല ചെയിൻ മുറുക്കാൻ പറഞ്ഞു. എന്റെ കഴുത്തിലെ ചെയിൻ മുറുക്കാനല്ല പറഞ്ഞത്, പിന്നെ? ഈ ബൈക്കിന്റെ ചെയിൻ മുറുക്കാൻ. അത് പറയണ്ട്. അല്ല ഞാൻ ആശാനെ ചോദിക്കട്ടെ, ഈ ബൈക്കിനൊക്കെ എവിടുന്ന ഈ ചെയിന്? മിനിഞ്ഞാൻ നിന്റെ കല്യാണമായിരുന്നു, പിന്നെ അളിയിനിട്ട് കൊടുത്തതാ ചെയിന്. അയ്യോ ഭാഗ്യമുള്ള ബൈക്കാന്നേ. എടാ പഴംപിലി, എന്തൊരു പണി അങ്ങോട്ട്. ഞാൻ ചെയ്യുമല്ലോ ഇത്. ഫ്രണ്ട് ബ്രേക്ക് എങ്ങോട്ട് ഓടുവാ? അല്ല ലഞ്ച് ബ്രേക്ക്. ലെഫ്റ്റ് ബ്രേക്ക് തന്നെ പറഞ്ഞു, നിന്റെ ഫ്രണ്ട് ബ്രേക്ക് പണിയാനാ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? ആശാൻ എന്നോട് ചുമ്മാ കടന്ന് വെച്ചിട്ട് കാര്യമില്ല. എന്നെ കൊണ്ട് ആശാൻ പുറഞ്ഞു മുട്ടി ആശാൻ. അയ്യോ ചേച്ച പൊട്ടി നമ്പുരാനെ, ഇവരെ പോലുള്ളവരെ പണിക്കെടുത്ത് എന്നെ വേണം തല്ലാനെ കൊണ്ട്. ഇത് നിർത്തിയിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്താലെന്ന് ആലോചിക്കുക. ശരി ആശാനെ, ഇത് നിർത്തിയിട്ട് കുറച്ചേരം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും. ചേട്ടാ നീ നന്നാവാത്ത എന്താണെന്നറിയാവോ? എന്താ? നിനക്ക് മറ്റേ 3 സാധനമില്ല. ഗുരുത്വം എന്ന് പറഞ്ഞ 3 അക്ഷരമില്ല. എനിക്ക് ഗുരുത്തമില്ലയോ? ഇല്ല. ആശാനെ ഈ ഗുരുത്തം എവിടെ നിന്ന് കിട്ടും? പഞ്ചായത്ത് ഓഫീസിൽ പോയി അപേക്ഷ കൊടുത്താൽ മതി, നിങ്ങളുടെ വീട്ടിൽ കൊടുത്തരും. നിനക്ക് നിന്റെ അച്ഛനും. ആണോ? അതുകൊണ്ട് എന്റെ അപ്പച്ചന്റെ ഫോട്ടോ കണ്ടോ, അവിടെ പോയി പ്രാർത്ഥിച്ചു അപ്പച്ച എന്നെ പണിയെല്ലാം പഠിപ്പിക്കണം എന്ന് പറ. എന്നാ ഗുരുത്തം കിട്ടുമോ? കൊടുത്തു കിട്ടും. നോക്കട്ടെ. എന്താ അപ്പച്ചൻ നിന്നെ കടിച്ചോ? ഇത് ആശാന്റെ അപ്പൂപ്പനാണോ ഇത്? എന്റെ അപ്പൂപ്പനത്. ഞാൻ ഈ അപ്പൂപ്പനെ എന്റെ കുഞ്ഞുനാളിൽ കണ്ടിട്ടുണ്ട്. അതങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ എന്റെ അപ്പച്ചനെ നീ കുഞ്ഞുനാളിൽ കാണുന്നത്? ആശാനെ എനിക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പോഴേ ഞങ്ങളുടെ അമ്മ എനിക്ക് ചോറ് വാരി തരുമായിരുന്നേ. എനിക്ക് മണ്ണിലല്ലേ പിടിച്ച് തന്നോണ്ടിരുന്നത്. അപ്പൊ അമ്മ ചോറ് തരുമ്പോ ഞാൻ തിന്നാൻ മടി കാണിക്കും. നമ്മൾ തിന്നാൻ വായില്ലേ കാണിക്കുന്നത്, ഇവർ മടിയാ കാണിക്കുന്നത്. അതല്ലെന്ന്, അമ്മ ചോറ് തരുമ്പോ ഞാൻ തിന്നത്തില്ല. അപ്പൊ അമ്മ എന്നെ പറഞ്ഞ് പേടിപ്പിക്കും, മോനെ കലേഷേ ചോറ് തിന്നില്ലെങ്കിൽ രാത്രി കോക്കാച്ചി ഉറക്കത്തിൽ വന്ന് പേടിപ്പിക്കുമെന്ന്. അങ്ങനെ ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന കോക്കാച്ചിയായത്. കറക്റ്റ് കോക്കാച്ചി. അത് കോക്കാച്ചിയല്ല, എന്റെ അപ്പച്ചൻ ചാക്കോച്ചിയാ. കോക്കാച്ചി ചാക്കോച്ചി രണ്ടും ചീയുണ്ടല്ലോ. ഈ മനുഷ്യൻ ആരായിരുന്നു അറിയാമോ? ആരായിരുന്നു ഇത്? ഇത് വലിയൊരു പ്രമാണിയായിരുന്നു. ആഹാ, ഈ പുള്ളിയുടെ ബന്ധുവായിരുന്നോ കൊമ്പൻചെല്ലിയൊക്കെ? പ്രാണി എന്നല്ല പറഞ്ഞ, പ്രമാണി എന്നാ പറഞ്ഞത്. വലിയ ആളായിരുന്നു ഇത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലെ ആദ്യമായിട്ട് കാറ് വാങ്ങിച്ചത് എന്റെ അപ്പൂപ്പല്ല. ആണോ? അതെങ്ങനെയുള്ള കാറായിരുന്നു ആശാനെ? ഇന്നത്തെ പോലുള്ള കാറല്ല അന്നത്തെ കാറ്. പിന്നെ ബാക്കിൽ ലിവർ വെച്ച് കറക്കുമ്പോ സ്റ്റാർട്ട് ആവുന്ന കാറായിരുന്നു. അത് ശരി, എന്നെ ആ കാറിന് കാണിക്കാൻ ആ കാറില്ല. അത് എങ്ങോട്ട് പോയി? ഒരു ദിവസം അമ്മൂമ്മ പറഞ്ഞു ഡ്രൈവിംഗ് പഠിക്കണമെന്ന്. അപ്പൊ പറഞ്ഞു നീ ഡ്രൈവിംഗ് സീറ്റ് കയറി ഞാൻ പറയുന്നത് ലിവർ കറക്കാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൂപ്പൻ ലിവർ കറക്കി അമ്മൂമ്മയുടെ കാർ ഒരൊറ്റ പോക്ക് പോയി. അമ്മൂമ്മയും കാറും തിരിച്ചു വന്നിട്ടേ ഇല്ല. അയ്യോ, പിന്നെ അപ്പൂപ്പൻ എന്തോ ചെയ്തു? അമ്മൂമ്മ ഓർത്ത് ജീവിതകാലം മുഴുവൻ ലിവറും പിടിച്ചോണ്ട് ഇങ്ങനെ നിന്നു. പാവം ലിവർ, പാവം അപ്പൂപ്പൻ. അപ്പൂപ്പന്റെ കഥ അവിടെ തീർന്നു. നമുക്ക് വൈകിട്ട് ഈ പോലീസ് ജീപ്പ് കൊടുക്കണം. ഗുഡ് ഐഡിയ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക്ഷോപ്പിലെ നാരായണേട്ടനെ കൊടുക്കാം. പുള്ളിയുടെ അങ്ങനെ നല്ല പാർട്ടിയുണ്ട്, ഇടുക്കം വില വാങ്ങിച്ചു തരും. ഇവിടെ വിൽക്കാന്നല്ലേ പറഞ്ഞത്? പിന്നെ വൈകിട്ട് സർക്കിൾ വരുമെന്ന്. ഞാൻ ഓടും. ഇതിന് ഓടുന്നത് എനിക്ക് കാക്കി കണ്ട പേടിയാ. പേടിക്കണേ, കുറച്ച് പണികളുള്ളൂ, ഇലക്ട്രീഷ്യൻ വർക്ക് കൂടെ ഉള്ളൂ. ഞാൻ സാബുവിനെ വിളിച്ചിട്ട് അവൻ ഇതുവരെ വന്നില്ല. ആ എന്നാ പരിപാടി ആശാനെ പറഞ്ഞേ? എന്താ ഈ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാൻ വെളിയിൽ നിന്ന് എന്തിനാ വേറെ ആളെ വിളിക്കുന്നേ? ഇത് ആര് ചെയ്യും? കറണ്ടിന്റെ പണിയൊക്കെ എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. എനിക്ക് ഇലക്ട്രിക് പണി അറിയോ? പിന്നെ വീട്ടിലെ ബൾബൂര മാറിയിടുന്നു ഞാൻ ഇല്ലയോ? ഈ ചന്തി തൊടുമ്പോ കത്തുന്ന പച്ച സ്കൂട്ടർ കേട്ടോ. ടെസ്റ്റർ അതൊക്കെ ഉണ്ടെങ്കിൽ വേറെ എടുത്തിട്ട് പെട്ടെന്ന് ഈ ചെറുക്കന് നിനക്ക് ഇതൊക്കെ അറിയാറില്ലടാ. പിന്നെ ഞാൻ പണ്ടേ പഠിച്ചില്ലേ. പിന്നെ ഞാന് ഒരു കാര്യം ആശാനോട് പറയാൻ അങ്ങോട്ട് ഇരിക്കുവായിരുന്നു. എന്തുവായിരുന്നു? ഞാന് അടുത്ത വെള്ളിയാഴ്ച ഞാൻ പണിക്ക് വരത്തില്ല. നീ എവിടെ പോവാ? ആശാനെ അടുത്ത വെള്ളിയാഴ്ച വിജയുടെ പടം റിലീസ് ആവുന്ന ദിവസമല്ലേ, എനിക്ക് ഫസ്റ്റ് ഷോ തന്നെ കാണണം. എടാ ഓണത്തുമ്പി, വിജയ് സിനിമയിൽ അഭിനയിച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ നിന്റെ പണിയും കളഞ്ഞ് പൈസ കളഞ്ഞിട്ട് സിനിമ കാണാൻ പോട്ടെ, വല്ല കാര്യം കേട്ടോ. വന്നിരിക്കട ഇടം സൂപ്പർ. ഒരു വാട്ട് നാം മുടിവ് പണിട്ടാ എൻ പേര് നാണേ കേക്ക മാട്ടയോ. ഇതെന്തുവാടാ? ഇതാ വിജയ്. എന്തിന്? നെല്ലിക്ക വലിപ്പമുള്ള വിജയ് എനിക്കിത് കാണാനായിരുന്നു. അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ വിജയുടെ ആക്ഷൻ ചെയ്താന്നല്ലേ പറഞ്ഞത്. ആക്ഷൻ കാണിച്ചോണ്ടിരുന്ന എന്റെ കാര്യം വല്ല മോശം കേൾക്കും. പിന്നെ എന്താ ചെയ്യണം? അടിയിൽ പണി ബാക്കി കിടക്കുക. ഇതിപ്പോ ഞാനിതിപ്പോ എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ലല്ലോ. എന്താ നോക്കിക്കൊണ്ടിരിക്കുക? ഞാൻ ആശാൻ കിടക്കുന്ന നോക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ തമനയല്ലേ ഇവിടെ കിടക്കുന്നത് നോക്കാൻ. ഞാൻ എന്തുവാന്ന് പറഞ്ഞില്ല. എന്റെ കൂടെ കിടന്നിട്ട് നോക്കടാ. അങ്ങനാണോ? നോക്കാനാ ഞാൻ പറഞ്ഞത്. അല്ല ഇത് പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുന്ന പറഞ്ഞാൽ നീ അകത്തോട്ട് നോക്കാം. അത് കണ്ടോ? എന്തു ആശാനെ പിരിഞ്ഞു പോന്നേ? അത് ബ്രേക്ക് പൈപ്പ് ആണോ? ഇപ്പൊ ഈ പന്ത് പോലെ ഉരുണ്ടിരിക്കുന്ന അത് പമ്പ. അതിനപ്പുറത്ത് വന്ന ശബരിമല. അതല്ലെന്ന് ഡീസൽ പമ്പ്. അത് ശരി. മറ്റേ സയൻസ് ക്രാന്തികര ഇങ്ങനെ ശബ്ദം അങ്ങോട്ട് പോകുന്നത്. അതല്ല ശബ്ദം കേൾക്കുന്നത്. അത് സ്റ്റാർട്ടായില്ലല്ലോ. എങ്ങനെയാ ഈ ശബ്ദം കേൾക്കുന്നത്? അതിന്റെ എന്തുവാന്ന് നോക്കട്ടെ.
ഇവിടെ കിടന്ന് ഉറങ്ങാൻ തരുമോ? അയ്യോ ആശാനെ എന്നോട് ക്ഷമിക്കണം. ഇന്നലെ രാത്രി നേരം വെളുക്കുന്നത് വരെ ഞാൻ ഉറങ്ങിയില്ല. എന്ത് വരാം സംഭവം? ഞങ്ങളുടെ അപ്പൂപ്പന് നല്ല സുഖമില്ലായിരുന്നു. നീ നേരം വെളുക്കുന്നതായിട്ട് അപ്പൂപ്പനെ സൂചിപ്പിക്കുമായിരുന്നു. അല്ല അപ്പൂപ്പനെ ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു പരിപാടിയുണ്ട്, ശോഭനാമ്പിളി രസം. അതല്ല സോമരാംബുലിസം. അത് വേറെ. ഇത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തെ ശോഭനയുടെ അമ്പിളിയുടെ സിറ്റ് ഔട്ടിൽ ചെന്ന് കിടന്നുറങ്ങുന്നത് അപ്പൂപ്പന്റെ ഒരു രസം. നീ മാറി താമസിക്കണോടാ. ഞാൻ ഒറ്റയ്ക്കൊന്നും മാറി താമസിക്കുക, എനിക്ക് വയ്യ. നീ കല്യാണം കഴിക്കണമെന്ന്. ഞാൻ കല്യാണം ഒന്നും കഴിക്കുന്നില്ല. നീ ഇങ്ങനെ അടിച്ചോണ്ട് നടന്നു. എനിക്ക് നാണം ആശാനെ ആദ്യരാത്രി എന്നൊക്കെ പറഞ്ഞാലേ. ആദ്യരാത്രി നാണം വന്നു. പിന്നെ ഞാൻ സിനിമ കാണിക്കുമ്പോൾ പറയാ കണ്ണുകൊത്തിയിരിക്കും. അല്ലേ ഈ പിള്ളേർക്കല്ല ഈ ചെറുപ്പക്കാർക്കല്ല ആദ്യരാത്രി കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നാണം. അതിനകത്ത് എല്ലാം ഇടണം. ഇത് മാറി കളഞ്ഞിട്ട് എടാ ഇതൊക്കെ ഒരു നിസാര സംഭവമേ ഉള്ളൂ. ആണോ? ഇതിനൊരു ട്രിക്ക് ഉണ്ട്. അണ്ണാ എനിക്കൊന്ന് പറഞ്ഞു തരണം അതെങ്ങനെയാണ്. ഞാൻ പറഞ്ഞു തരാം. നിന്റെ കല്യാണം കഴിഞ്ഞെന്നങ്ങ് വിചാരിക്കുക. വിചാരിച്ചില്ലേ? ബന്ധുക്കാരെയൊക്കെ ആദ്യമേ അങ്ങ് ചാടിക്കണം. 6 മണിക്ക് എല്ലാത്തിനും വണ്ടിക്കൂലി കൊടുത്ത് വിടും ഞാൻ. രാത്രി ഒരു 9 മണിയൊക്കെ ആവുമ്പോ നീ മണിയറ കേറണം. അച്ഛനെ പറയല്ലേ ഞാൻ ഇമാജിൻ ചെയ്തോട്ടെ. ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, അതങ്ങനെ ചെയ്യും. ഞാൻ 9 മണിക്ക് മണിയറ കയറി ഇനി അപ്പൊ പെണ്ണെ ഒരു ഗ്ലാസ് പാലുമായിട്ട് നിന്നിട്ട് മുമ്പിലോട്ട് വരും. അവിടെ വരുന്നുണ്ട് പാലക്കെട്ട് എന്നിട്ട് പകുതി പാല് കുടിച്ചിട്ട് പകുതി നീ പെണ്ണിന് കൊടുക്കണം. അതിന്റെ പകുതി ഞാൻ അവക്ക് കൊടുക്കുന്നേ വിഷം കളിക്കാന്നോന്ന് അറിയണ്ടേ? അതറിയണം. എന്നിട്ട് നീ ലൈറ്റ് ഓഫ് ചെയ്യണം. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു. പെട്ടെന്ന് ശരിയാക്കണം. സാർ വൈകിട്ട് വന്നാൽ തരാം. ആശാനെ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് പറ. മൊത്തം അഴിക്കണമല്ലോ ഇത്. ഞാൻ ഇങ്ങനെ അഴിക്കും. മൊത്തം അഴിക്കും. ഞാൻ വേണം. നല്ല വളമുണ്ട്, ലേത്തി കൊണ്ട് കൊടുക്കണം. എന്റെ പെണ്ണുമ്പിള്ള എന്തിനാ ലേത്തി കൊണ്ട് കൊടുക്കുന്നേ? നിന്റെ പെണ്ണുമ്പിള്ള ലേത്തി കൊണ്ട് കൊടുക്കണം. എന്റെ പൊന്നാശാനെ ഇതിന്റെ കാര്യമാണ് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ എന്റെ ആദ്യരാത്രിയുടെ കഥ കേൾക്കുമല്ലായിരുന്നു. എന്റെ ആദ്യരാത്രിക്ക് ക്ലാസ് എടുക്കാൻ വന്ന മാഷാന്ന് പറഞ്ഞ ഞാൻ. അല്ല ഞാനിപ്പോ എന്താ ചെയ്യണോ? ഇത് എന്താ ചെയ്യണമെന്ന് മര്യാദക്ക് വിടുന്നത്. ഇത് ലേത്തി കൊണ്ട് കൊടുക്ക്. എന്തോ വരുന്നു. DGP. ഹലോ സാർ. ഇല്ല സാർ, നാളത്തേക്ക് 4 പേര്, 4 പേരെ കാര്യം എല്ലാം ഓക്കെ. അല്ല സാർ, എന്നെയും കൂട്ടി 5 പേര് വരും. നാളെ മന്ത്രിക്ക് എസ്കോട്ട്. സാർ പോകും സാർ. ഓക്കെ സാർ. ഓക്കെ. ഇതെന്താ തുണിക്കടയിലെ പ്രതിമ? സർക്കിളാണ്. ആണോ സാറേ? ആരാ വിളിച്ച്? എടാ നിനക്ക് ഞങ്ങളുടെ പോലീസുകാരെ പ്രഷർ ചെയ്യാൻ പറ്റുന്നത്. DGP ഇതുപോലെ ഡെയിലി വിളിച്ച് എന്നെ അങ്ങോട്ട് വഴക്ക് പറയും. സാറേ DGP എന്ന് പറഞ്ഞ ഒരാളില്ല. ഇല്ല സാറേ. സാറ് DGP കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഡെയിലി എന്നെ ഇങ്ങനെ ഇതുപോലെ ഫോൺ വിളിക്കും. ജഗന്നാഥ വർമ്മയ്ക്ക് വേഷം കിട്ടാൻ വേണ്ടി സിനിമാക്കാർ എഴുതി ഉണ്ടാക്കിയ ക്യാരക്ടറാണ് DGP. അപ്പൊ DGP ഇല്ല. അപ്പൊ നീ പറഞ്ഞു വരുന്ന ഇല്ലാന്ന്. DGP ഇല്ലടാ. എന്ന് ഇതുപോലെ തന്നെ ഞങ്ങൾ സുഹൃത്തുക്കൾ ഇതുപോലെ തരുമായിരിക്കും. നിന്നെ കഥ പറയാതെ എന്റെ വണ്ടി ശരിയാക്കി തരാം. എന്റെ പേര് കേട്ട കുറ്റവാളികൾ കിടുകിടാന്ന് പറയും. എന്തുവാ സാറിന്റെ പേര്? ഐസക്. ഐസൊക്കെ ഒന്ന് തറക്കി വേണം, നല്ല തണുപ്പല്ലേ? ഐസൊക്കെ എന്നല്ല, എന്റെ പേരാ പറഞ്ഞു. ഐസക്. അയ്യോ ഐസക് സാറാവോ? എന്റെ പൊന്നു സാറേ, സാറിന്റെ വീരകൃത്യങ്ങൾ ഞാൻ പത്രത്തിൽ ഇഷ്ടം പോലെ വായിച്ചിട്ടുണ്ട്. നിനക്ക് എന്നെ അറിയാം? എനിക്കറിയാം. അപ്പൊ ഇവൻ എന്നെ അറിയത്തില്ല. ഒന്ന് പറഞ്ഞു കൊടുക്ക. എടാ ഇന്നലെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സാറിന് ഇന്നലെ ഉണ്ടായി? എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നല്ലോ ഇത്. അതല്ലെന്ന്, എന്റെ ഒരു വീരകൃത്യം പറയാൻ വേണ്ടി വന്ന ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്നാ പറ അങ്ങോട്ട്. ഞാൻ പറയുന്നില്ല, കഥ പറയുന്ന പരിപാടി ഞാൻ അങ്ങ് നിർത്തി. സാറേ ഈ വണ്ടിയുടെ പണി തീർന്നു. ഓക്കെ അപ്പൊ കുഴപ്പമൊന്നുമില്ല. എടാ സംഭവം എന്നാ വെച്ചാൽ നാളെ മന്ത്രിക്ക് എസ്കോട്ട് പോകേണ്ട വണ്ടിയത്. എന്നാ പിന്നെ സാറ് നേരത്തെ പറഞ്ഞില്ലായിരുന്നു? കലേഷേ 4 വീലിന്റെ ബ്രേക്ക് എടുത്ത് വിടറാ. എന്തിന്? മന്ത്രിമാരോട് വന്ന വണ്ടി അങ്ങനല്ലേ പോകുന്നത്, ബെല്ലും ബ്രേക്കും ഇല്ലാതെ. അതല്ലടാ ഞങ്ങൾക്ക് അവിടെ വെച്ചാൽ നിർത്തണ്ട വന്ന്. ആരെങ്കിലും കരിങ്കൂടി കാണിക്കും, അന്നേരം നിർത്തിയാൽ മതി. എക്സാക്ട്ലി. സാറേ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കട്ടെ. എന്തിനൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നത്. ഞാൻ അതുപോലെ പണിഞ്ഞ. അത്ര സ്മൂത്ത് വേണ്ട സാറേ. നല്ല പ്ലച്ചിനായിട്ട് കത്തുന്നത്. ഞാൻ രാത്രി പോകുമ്പോ തവളയെ മാക്രയെ ഓന്ത് എല്ലാത്തിനെ കാണും. ഒരു കാര്യം ചെയ്യും, ഇനി ആ ബീക്കൺ ലൈറ്റ് എന്റെ ദൈവമേ, എന്റെ ജോലി കൊണ്ട് കളഞ്ഞ്. എടാ നാളെ ഞാൻ എങ്ങനെയാണ് മന്ത്രിയുടെ ഫ്രണ്ട് ഈ വണ്ടി കൊണ്ട് എസ്കോട്ടർ കൊണ്ടുപോകുന്നത്? നാളെ സാറേ ഈ വണ്ടി കൊണ്ട് മന്ത്രിയുടെ മുന്നിൽ പോകണ്ട. ഈ ജീപ്പുമായിട്ട് നേരെ വീട്ടിലോട്ട് വിട. എന്തിന്? നല്ല മ്യൂസിക് അല്ലേ, പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാം. നല്ലൊരു കൈഡി, നല്ല സ്കിറ്റായിരുന്നു, ഉഗ്രനായിരുന്നു കേട്ടോ. നസീർക്ക നന്നായിരുന്നു കേട്ടോ. നല്ല വൃത്തി ഉണ്ടായിരുന്നു. ഒരുപാട് പൊട്ടിയൊന്നും ചിരിച്ചില്ലെങ്കിൽ പോലും നല്ല രസമാണ് കണ്ടോണ്ടിരിക്കാൻ. കാര്യം ആദ്യമായിട്ട് നമ്മുടെ ഫ്ലോറിൽ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പിൽ വണ്ടി ഉണ്ടെങ്കിലും അതെല്ലാം വർക്ക് ചെയ്ത് കാണിക്കുന്നത് അല്ലേ. പിന്നെ അജേഷ് നല്ല രസമായിരുന്നു കേട്ടോടാ. കാര്യം നിനക്ക് ആ ഗെറ്റപ്പ് നല്ല ചേരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെയും പോർഷൻ കുറേ അങ്ങോട്ട് എൻഡിലേക്കാണ് ഇവൻ കടന്നു വന്നത്. അത് കുറച്ചുകൂടെ മുമ്പ് വന്നിരുന്ന 3 പേരിൽ നിന്ന് കളിയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഓളം ഉണ്ടായിരുന്നു. ഇവനെ ലാസ്റ്റ് ടൈമാ കിട്ടി, വേറെ ആളായിരുന്നു പുള്ളി.
മാറി 4 ദിവസം നിന്നിട്ട് ഞാൻ പോയി. പോയോ? ഓ ശരി. ലാസ്റ്റ് ടൈം കിട്ടിയതാ. നല്ല ഒഴുക്കുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത്. വലിയ കുഴപ്പമില്ലാതെ അതങ്ങ് പോയി, വൃത്തിയായി. ഓക്കെ. ചേട്ടാ DGP ഇല്ല. കാരണം അത് അതെ, ജഗന്നാഥ വർമ്മയ്ക്ക് വേണ്ടിയിട്ട് മലയാള സിനിമ എഴുതിയ DGP എന്ന് പറയുന്ന പോസ്റ്റ് അത് ഉഗ്രം കൗണ്ടറാണ്. അത് ഓർത്തിരിക്കേണ്ട ഒരു സാധനമാണ്. അജേഷ് എപ്പോൾ വന്നാലും ക്യാരക്ടർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അത് ഇതിനകത്താണെങ്കിലും നല്ല രസമായിരുന്നു. മനോജിന്റെ കൗണ്ടറുകളെല്ലാം നല്ല രസമുണ്ടായിരുന്നു. ബാസ്റ്റിൻ ഉഗ്രം പ്ലേ ആയിരുന്നു കേട്ടോ, നിങ്ങളുടെ അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാര്യം നമ്മളൊരു സ്കിറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു തുടക്കവും അതിന് കുറേ നല്ല തമാശകളും ഈ പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ഒരു രസമുണ്ടായിരുന്നു, ഒരു അഴകുണ്ടായിരുന്നു സ്കിറ്റ് കാണാനായിട്ട്. ബാസ്റ്റിൻ കുറച്ചുകൂടെ മുമ്പ് വന്നിരുന്നെങ്കിൽ, ഉദാഹരണത്തിന് ബാസ്റ്റിൻ ഫസ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ഈ ബീക്കൺ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, ഇതില്ലെങ്കിൽ ഞങ്ങൾക്ക് പോലീസുകാർക്ക് ഇതിൻ്റെ ഒരു മൂഡില്ല പോകാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെ കുറച്ചുകൂടെ ഒന്ന് പൊക്കിയിരുന്നെങ്കിൽ ആ ക്ലൈമാക്സ് ആ ഒരു മ്യൂസിക് വരുമ്പം അതിന് കുറച്ചൊരു പഞ്ച് കിട്ടിയേനെ. അതുകൊണ്ട് ഇതെങ്ങനെങ്കിലും ഇത് മാത്രമാണെങ്കിലും ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് തരണം എന്നൊക്കെ പറഞ്ഞത് ആദ്യം ഒന്ന് പൊലിപ്പിച്ചിരുന്നെങ്കിൽ ബാസ്റ്റിൻ്റെ ഒരു എൻട്രി ആയനെ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഈ അജേഷ് വന്നിട്ട് അജേഷ് ഇലക്ട്രീഷ്യൻ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ കയറിപ്പണിട്ട് അവസാനം ആ മ്യൂസിക് കൂടെ വരുമ്പം അതിൻ്റെ ഒരു പഞ്ച് ഒരു ഡബിൾ ആയനെ എന്ന് പറയായിരുന്നു. ബാക്കി നിങ്ങളുടെ പ്ലേ എല്ലാം നന്നായിരുന്നു. 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോ മാർക്സ് നസീർക്ക, ഞാനൊരു 9 മാർക്ക് കൊടുക്കുക. 9,000 രൂപ. അടിപൊളി. ചേട്ടാ ഞാനൊരു 9 മാർക്ക്. ടോട്ടൽ 18 രൂപയായിട്ടുണ്ട്. 18,000 രൂപ. ചേട്ടാ അങ്ങോട്ട് ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. നല്ല എമൗണ്ട് ആണ്. അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിൽ കൂടുതൽ വാങ്ങിക്കുന്നു. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നമുക്ക് വീട്ടിൽ പോണം. കഴിഞ്ഞു. അതാ സമയം എന്ത് ജെറ്റ് പോലെ അല്ലേ പോന്നെ. അതെ അതെ അതെ, പെട്ടെന്ന് പോയില്ലേ സമയം. നിങ്ങളൊക്കെ എൻജോയ് ചെയ്തില്ലേ? എൻജോയ് ചെയ്തെങ്കിൽ നല്ലൊരു കൈ തന്നെ. ഷാജു ചേട്ടാ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മടങ്ങി വന്ന ഷാജു ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു? തിരിച്ച് കുടുംബത്തിലേക്ക് വന്നു കയറിയപ്പോൾ, കോമഡികൾ കേട്ടപ്പോൾ, സ്കിറ്റുകൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പ്രത്യേകിച്ച് ഇവരുടെ കൈഡിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്താണ് നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ പവർ, അല്ല എന്താണ് അതിൻ്റെ ഒരു മൂഡ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പം ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും. ചേട്ടാ എൻജോയ് ചെയ്യുന്നുണ്ടോന്ന് ചോദിക്കുന്നില്ല. ശരിക്കും എൻജോയ് വല്ലാണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാം, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സ്കിറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഈ കമ്പനിക്ക് നഷ്ടം വരുമോ എന്നൊരു പേടിയുണ്ട്. കാര്യം 1 ലക്ഷമൊക്കെ അടിച്ചടിച്ച് കയറി പോയല്ലേ. പുതിയ പിന്നെ നമ്പറുകൾ വേണം, പുതിയ ഐറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് അവർ കഷ്ടപ്പെട്ട് കുറെ പുതിയ ഐറ്റങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് മാർക്കുകളും കാശുകളും കൊടുക്കേണ്ടി വരുന്നു. ആ കാര്യത്തിൽ ഇവിടെ ക്ഷാമമില്ല. നല്ല ഐറ്റത്തിന് നമ്മൾ പൈസ കൊടുക്കണം. ഓക്കെ, അപ്പം എനിക്ക് ഒരിക്കൽ കൂടി ഇവരുടെ കാര്യം പറയണം. പാലക്കാട് ചിറ്റൂര് പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയിലെ എല്ലാ ചേച്ചിമാർക്കും നല്ലൊരു കൈഡി. കാര്യം ഇന്നത്തെ സ്കിറ്റിലുടനീളം നിങ്ങളുടെ സാന്നിധ്യം കൈഡികളിലൂടെ അറിയിച്ചു. എവിടെയും പോകരുത്. അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം നമുക്കെന്നാ പോയേക്കാം. നന്നായി ഉറങ്ങിയാൽ നാളെ നന്നായി എഴുന്നേൽക്കാൻ പറ്റും. ജീവിതം ഒന്നേ ഉള്ളൂ, ആസ്വദിക്കുക. ശുഭദിനം, ശുഭരാത്രി. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.